നമ്മളെ നാട്ടിൽ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് നടക്കുന്ന ചെറുപ്പക്കാർ ജോർജിയയിലേക്ക് ഓരോ പ്രൊമോഷൻസും ഓരോ സ്റ്റോറികളൊക്കെ കണ്ടിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ 1.5 ലക്ഷം സാലറി കിട്ടും, 3 ലക്ഷം സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ വന്നിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന കുറേ ചെറുപ്പക്കാരെ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് തന്നെ കടക്കാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോർജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺട്രിയിലേക്ക് വന്നിട്ടുള്ള കുറേ നമ്മളുടെ മലയാളി സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ വാട്സപ്പിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലായിട്ടൊക്കെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. തട്ടിപ്പ് തന്നെ ഓപ്പണായിട്ട് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കിലൂടെ സമ്പാദിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെലിവറി ജോബിലൂടെ നിങ്ങൾക്ക് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോഷനും കാര്യങ്ങളും നടത്തിയിട്ട് നാട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഇനീഷ്യലി ഇവരുടെ കയ്യിൽ നിന്നൊരു 10 ലക്ഷം 8 ലക്ഷം ഒക്കെ വിസ ചാർജ് കാര്യങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കയറ്റും. ഈ ചാർജ് വാങ്ങുന്നതൊന്നുമല്ല പ്രശ്നം. അറ്റ്ലീസ്റ്റ് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാർജ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരാളുകൾക്ക് നമ്മൾ നല്ലൊരു രീതിയിലുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിവിടെ അഡ്മിഷൻസ് കാര്യങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പൈസക്കുള്ള മുതൽ നമ്മൾ കുട്ടികൾക്ക് ഇവിടെ ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയാം, ഞാനിവിടെ ഏകദേശം ഒരു 9 വർഷമായിട്ട് ജോർജിയയിലുള്ള ഒരാളാണ്. എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു വർക്ക് വിസൻ്റെ കാര്യം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തുകൂടാ? നാട്ടിൽ അത്രയും ഇടങ്ങേറാകുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നാട്ടിൽ ഓരോ ബിസിനസ് തുടങ്ങിയിട്ട് പൊളിയുന്ന ആളുകളെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു ഓഫർ കൊടുത്തുകൂടാ? അപ്പം എല്ലാവർക്കും ആലോചിച്ചാൽ മതിയല്ലോ. ഈ ഒരു 9 വർഷം ഇവിടെ നിന്നിട്ട് എനിക്കിപ്പം ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു വർക്ക് വിസൻ്റെ കാര്യം കൂടി ഇവിടെ സൈഡിൽ നിന്ന് ചെയ്തു കൊടുത്തുകൂടാ? അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ ഞങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് പറഞ്ഞുതരാം. ഫുള്ള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നാട്ടിൽ നിന്ന് ഓരോ ഏജൻസികൾ, ജോർജിയ കാണാത്ത ഏജൻസികൾ വരെ ജോർജിയയിലേക്ക് വർക്ക് വിസ കാര്യങ്ങൾ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് വലിയൊരു സങ്കടം. ഇത് ജോർജിയ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ ചെയ്യുന്ന ആളുകൾ. ഇവരെന്ത് ചെയ്യും, ജോർജിയയിൽ 1.5 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം സാലറി ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഡെലിവറി ജോബ് സ്കൂട്ടറിൽ ജസ്റ്റ് ഫുഡ് അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഇവരുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര അതായത് ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ 15,000 രൂപ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു 3 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓഫറുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥകൾ വെളിപ്പെടുത്തി തരാം. അപ്പോൾ സോറി, വൺസ് അഗൈൻ സോറി, നമ്മളുടെ സ്ഥിരം ഓഡിയൻസ് കാണുന്ന ടൈപ്പ് ഒരു വ്ളോഗല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ജോർജിയയിലേക്ക് വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി വന്ന് പോയവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാക്സിമം നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളുടെ നോർമൽ ഓഡിയൻസിന് പറ്റിയിട്ടുള്ളൊരു വ്ളോഗ് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ എന്തുകൊണ്ടും ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി ഇവരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ഒക്കെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ പൈസ വാങ്ങി വെച്ചിട്ട് ഇവർക്ക് നോർമലി എടുത്തു കൊടുക്കുന്ന വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 കാറ്റഗറിയിലുള്ള ടൂറിസ്റ്റ് വിസയാണ്. അപ്പം ഈ ടൂറിസ്റ്റ് വിസൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തെ സിംഗിൾ എൻട്രി ആണ് നിങ്ങൾക്ക് ഇവിടെ ജോർജിയയിൽ കിട്ടുക. പക്ഷേ മൾട്ടിപ്പിൾ എൻട്രി വിസയും ജോർജിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, C1 കാറ്റഗറിയിൽ കൊടുക്കുന്നുണ്ട്. ആ വിസൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറിസം പർപ്പസാണ്. നിങ്ങളിവിടെ ജോർജിയയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ജോർജിയയിൽ ഒരു മാസം നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം നിൽക്കാം. ജോർജിയയിലെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ച് ഏത് നാട്ടിൽ നിന്നാണോ വന്നത് ആ നാട്ടിലേക്ക് തന്നെ പോകണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോർജിയ കാണാനും വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൊരു വിസയാണ് ഈ ഒരു വിസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു C1 കാറ്റഗറി വിസ. ഞാനൊക്കെ ജോർജിയയിലേക്ക് വന്നിട്ട് ടൈം ഉണ്ടായിരുന്നു 2016 കാലഘട്ടത്തിൽ. അവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു C1 വിസ പോസിബിളേ അല്ലായിരുന്നു. നമ്മളുടെ ഇപ്പം എൻ്റെ ഗ്രാജുവേഷൻ ജോർജിയയിൽ എൻ്റെ MBBS ഗ്രാജുവേഷൻ നടന്നിട്ടുള്ളത് 2023 അന്ന് പോലും ഈ ഒരു 2023 തുടക്കത്തിലൊന്നും ഈ ഒരു C1 കാറ്റഗറിയിലുള്ള ടൂറിസ്റ്റ് വിസ ഇവർ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ സ്വമേധയാ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഗ്രാജുവേഷൻ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു C1 കാറ്റഗറി വിസ റീസെൻ്റ്ലി ഇവർ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഗോ ഡയറക്റ്റ്ലി നാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഈ ഫ്ലൈറ്റ് സർവീസ് ഇവർ ജോർജിയയിലേക്ക് ചാർട്ടേഡായിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ അത് സ്ഥിരമായി. അപ്പോൾ അതിന് ശേഷമാണ് ആക്ച്വലി ഇവരെന്ത് ചെയ്തത്, ഈ ഒരു C1 കാറ്റഗറിയിലുള്ള വിസ ആളുകൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാൻ തുടങ്ങിയത്, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. നോർമലി ഉള്ള കൺട്രിയിലുള്ള ആളുകൾക്കൊക്കെ വിസ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർക്ക് ഞാനൊക്കെ വന്ന ടൈമിൽ ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞൊരു സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ റിജക്റ്റ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു C1 കാറ്റഗറി വിസ
ജോർജിയൻ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങിയതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസിക്കാരെന്ന് പറയാൻ പറ്റില്ല, ചില ഏജൻസിക്കാർ നല്ല ആൾക്കാരുണ്ട്, അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഏജൻസിക്കാരും അല്ലാത്ത ആളുകളൊക്കെ ഈ C1 കാറ്റഗറി വിസ എടുത്ത് കൊടുത്തിട്ട് ഇവരങ്ങോട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് വിസ ആയാലും ഇപ്പോൾ നാട്ടിലെ നാടൻ കാക്കാരാണെന്നുണ്ടെങ്കിലും നാടൻ ആളുകളാണെന്നുണ്ടെങ്കിലും ഇവർ ഈ ഒരു വിസ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓക്കെ എനിക്ക് വിസ കിട്ടി, ഇനിയിപ്പം ഫാമിലിനോടാണെന്നുണ്ടെങ്കിലും ഇവരോടാണെന്നുണ്ടെങ്കിലും നല്ല ട്രീറ്റും കാര്യങ്ങളും ബിരിയാണി ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് നല്ലൊരു പ്രതീക്ഷയോടെ ആവും ഓരെന്ത് ചെയ്യുക മറ്റൊരു രാജ്യത്തേക്ക് കയറി വരിക. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം. എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഉപ്പ ഒക്കെ ഈ രാജ്യത്തിലേക്ക് യൂറോപ്പ് എന്ന് പറഞ്ഞുള്ള ഈ ജോർജിയ എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്, നല്ല ജോബാണ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടുകാരോട് നമ്മൾ പറയുമ്പം സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവരെ പിക്ക് ചെയ്തിട്ട് ഇവർ ഹോട്ടലും കാര്യങ്ങളൊക്കെ അതായത് റൂമും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെക്ക് ചെയ്യാത്തൊരൊറ്റ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജോർജിയയിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണ്, നിങ്ങളിത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഈ കൊണ്ടുവരുന്ന ആളുകൾ ടെമ്പററി റെസിഡൻസ് കാർഡ് TRC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഇവർ തരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. C1 കാറ്റഗറിയിലുള്ള വിസ എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ജോർജിയൻ ഗവൺമെൻറ് കൊടുക്കുന്നൊരു വിസയാണ്. ഇതിലിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകണം. നിങ്ങൾ ജോർജിയയിൽ തന്നെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടെമ്പററി റെസിഡൻസ് കാർഡ്. ഇപ്പോൾ സൗദി അല്ലെങ്കിൽ UAE താമസിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എമിറേറ്റ് സൈഡിൽ നിങ്ങൾ പറയും, സൗദിയിലുള്ള ആളുകളാണെങ്കിൽ ഇഖാമ എന്ന് പറയും. ഈ സംഭവം നമുക്ക് ജോർജിയയിൽ TRC എന്നാണ് പറയുക. ഈ TRC ടെമ്പററി റെസിഡൻസ് കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോർജിയയിൽ നിൽക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒട്ടുമിക്കപ്പെട്ട ആളുകളും ഇത് ചെക്ക് ചെയ്യാതെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവർക്ക് 30 ദിവസത്തെ വിസ ഉണ്ടാവും. ഇവരെന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് വിസ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോ സ്കൂട്ടർ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇവർ മാക്സിമം ഡെലിവറി ജോബിന് പോകും. ഇനിയാണ് മെയിൻ പോയിന്റ് കേട്ടോ. ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാട്ടിൽ പ്രൊമോട്ട് ചെയ്യുന്നത് 2 ലക്ഷം 3 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ പാവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ 24 മണിക്കൂറൊന്നും ഒരു മനുഷ്യന് ഒരിക്കലും ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിൽ ഓടാൻ കഴിയൂല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഇവിടെ 2 ഡിഗ്രിയാണ് ചില ടൈമിന്, അതായത് ഇപ്പം സമ്മറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഇപ്പോൾ ഇവിടെ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രോപ്പർ വിൻ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഏകദേശം -5 -8 ഡിഗ്രിയിലേക്കൊക്കെ ഇവിടെ ക്ലൈമറ്റ് പോവും. ആ -8 ഡിഗ്രിയിൽ ഇവർ എന്ത് ചെയ്യണം, ഈ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നതിനിടയിൽ ഇവർ ഈ ഒരു സ്കൂട്ടറും കൊണ്ടിട്ട് ഈ ഡെലിവറി ജോബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഏകദേശം ഒരു 100 to 150 ലാറിയാണ് ഇപ്പോൾ ടാക്സി ഓടിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുക. ഇവർക്ക് ഇനിയിപ്പോൾ സ്കൂട്ടർ വെച്ചിട്ട് ഡെലിവറി ജോബിന് പോയിട്ട് ഫുഡ് ഡെലിവറി ജോബിന് പോയാൽ ഇവർക്ക് 150 ലാറിയോളാണ് ഇവർക്ക് കിട്ടുക. അത് ഞാൻ ഇന്ത്യൻ കറൻസിയിലേക്ക് നിങ്ങൾക്ക് മാറ്റി തരികയാണെന്നുണ്ടെങ്കിൽ 100 ലാറി എന്ന് പറഞ്ഞാൽ ഏകദേശം 3100 രൂപയാണ് ഇപ്പോഴത്തെ ഒരു കറൻസി റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം 100 to 150 ലാറി എന്ന് പറയുമ്പോൾ ജോർജിയൻ കറൻസിൻ്റെ പേരാണ് ലാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോർജിയൻ ലാറി നിങ്ങൾക്ക് 150 മാക്സിമം കിട്ടിയെന്ന് കൂട്ടിക്കോളി, ഏകദേശം 4500 രൂപ. അപ്പോൾ നിങ്ങൾ മാക്സിമം 12 to 16 മണിക്കൂർ നിങ്ങൾ ഇവിടെ സ്കൂട്ടറും കൊണ്ടിട്ട് ഇത്രയും ക്ലൈമറ്റിൽ ഇത്രയും ഹാർഷായിട്ടുള്ള ക്ലൈമറ്റിൽ ഓടി നടന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ മാക്സിമം. 1 ലക്ഷം രൂപ, 1 to 1.5 ലക്ഷം രൂപ. ആ 1.5 ലക്ഷം രൂപ നിങ്ങൾ സ്വരൂപിച്ച് വെച്ചു എന്ന് കൂട്ടിക്കോളി. എന്നിട്ട് നിങ്ങളുടെ ഇവിടുത്തെ സ്കൂട്ടറിൻ്റെ റെൻറ്റ് നോക്കണം, അത് പോരാത്തതിന് നിങ്ങളുടെ ഫ്യൂവൽ ചാർജ് നോക്കണം, അതും പോരാത്തതിന് നിങ്ങളുടെ ഇവിടുത്തെ പേഴ്സണൽ എക്സ്പെൻസ് നോക്കണം, പിന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ നോക്കണം, നിങ്ങളുടെ ഫുഡ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000 45,000 50,000 രൂപ മാക്സിമം ഉണ്ടാവുള്ളൂ. ഈ 50,000 രൂപ നിങ്ങൾ മാറ്റി വെച്ചു, ഒരു പൈസ അതിൽ തൊടാൻ പറ്റില്ല. അപ്പം നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് വരുന്നവരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ 50,000 രൂപയിൽ നമുക്ക് ലോൺ അടക്കാണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാണ്ടാവും, ഉമ്മാനെ നോക്കാണ്ടാവും, ഉപ്പാനെ നോക്കാണ്ടാവും, ഭാര്യനെ നോക്കാണ്ടാവും, മക്കളെ നോക്കാണ്ടാവും. ഈ 50,000 രൂപ നിങ്ങൾ കറക്റ്റ് അവർക്കൊന്നും കൊടുക്കാതെ നിങ്ങൾ മാറ്റി വെക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ആ 50,000 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൈസ പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. 5-5.5 ലക്ഷം രൂപ. ഇനി ആ 5.5 ലക്ഷം രൂപയും മാറ്റി വെച്ചു. ഓക്കെ, 2 വർഷത്തെ പൈസ നിങ്ങൾ ഒരുമിച്ച് സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ആ 10 ലക്ഷം രൂപക്കാവും നിങ്ങൾ ജോർജിയയിലേക്ക് വന്നത്. എന്തിന്? വർക്ക് വിസ, അതായത് ഇവിടെ ഭയങ്കര ഹൈ ലൈഫ് സ്റ്റൈൽ, ഇവിടെ ഇത്രയും പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നത് ഈ 10 ലക്ഷം അവിടെ ഏജൻസിക്കാർക്കും ബാക്കിയുള്ളവർക്കും കൊടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 2 വർഷം കൊണ്ട് നിങ്ങളിപ്പോൾ ഈ 10 ലക്ഷം സമ്പാദിച്ചു അങ്ങനെ കൂട്ടിക്കോളി. അപ്പോഴും നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇല്ലീഗലാണ്.
നിങ്ങൾക്ക് ടെമ്പററി റെസിഡൻസ് കാർഡ് ഇവിടെ ജോർജിയൻ ഗവൺമെൻറ് തരൂല. അതായത് വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയാണ്. വോൾട്ട് മാത്രമല്ല, വോൾട്ട്, ഗ്ലോവോ, ബോൾട്ട്, ഈ 3 കമ്പനീസാണ് ഇവിടെ ഫുഡ് ഡെലിവറി ജോബ്സ് ചെയ്യുന്നത്. ഇവരുടെ അണ്ടറിൽ കോൺട്രാക്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ഇവിടെ ഡെലിവറി ജോബ്സ് ചെയ്യുക. ഇപ്പം ടാക്സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോൾട്ട് ഉണ്ട്, യാൻഡെക്സ് ഉണ്ട്, പിന്നെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സികളൊക്കെ ഉണ്ട്. അത് പക്ഷേ ആരും യൂസ് ചെയ്യില്ല. ഈ ബോൾട്ടും യാൻഡെക്സും ആണ് മെയിനായിട്ട് ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഈ യാൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ടാക്സി ഡെലിവറിയിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ഫുഡ് ഡെലിവറി ജോബിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യൂല, ഈ പ്രൈവറ്റ് സെക്ടറിൽ കമ്പനികൾ നിങ്ങൾക്ക് റെസിഡൻസ് കാർഡിനുള്ള ഡോക്യുമെൻറ്റ് തരൂല. അതായത് വോൾട്ട് ആയിക്കോട്ടെ, ഫുഡ് ഡെലിവറി ജോബ്സ് ആയിട്ടുള്ള വോൾട്ട് ആയിക്കോട്ടെ, ബോൾട്ട് ആയിക്കോട്ടെ, ഗ്ലോവ് ആയിക്കോട്ടെ, ഇപ്പം ടാക്സി ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ യാൻഡെക്സ് ആയിക്കോട്ടെ, ബോൾട്ട് ആയിക്കോട്ടെ, ഇവരാരും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റിനുള്ള ഡോക്യുമെൻറ്റ് ഇവർ തരൂല. അത് നിങ്ങൾക്ക് ആരാ തരിക? നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ കമ്പനി ആയിട്ടുള്ള നിങ്ങളുടെ ഏജൻസിക്കാരാണ് നിങ്ങൾക്ക് അത് ഓഫർ ചെയ്യേണ്ടത്. നിങ്ങളത് നാട്ടിൽ നിന്ന് ചോദിക്കണം, നിങ്ങൾക്ക് എന്തുണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി റെസിഡൻസ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ തരുമോ? ഇനിയിപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കമ്പനിയെ പറ്റി തറവായിട്ട് പഠിക്കണം. അതായത് ഇവിടെ ടെമ്പററി റെസിഡൻസ് കാർഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കമ്പനികൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ ടാക്സ് അടച്ചു പോകുന്ന കമ്പനികൾക്ക് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെമ്പററി റെസിഡൻസ് കാർഡിനുള്ള ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നാളെ വന്നിട്ട് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ പൈസയുള്ളൂ. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നാട്ടിൽ നിന്ന് ഒരു 2-3 ആൾക്കാരെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിയൂല. നിങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനി റണ്ണിങ്ങിലാക്കി ആ കമ്പനിയിൽ ഒരു 50,000 ലാറി, നാട്ടിൽ ഏകദേശം 12-13 ലക്ഷം രൂപയോളം നിങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റെസിഡൻസ് കാർഡ് ആ കമ്പനിയുടെ പേരിൽ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ആ കമ്പനിയിൽ 50,000 രൂപയുടെ റവന്യൂ നിങ്ങൾ ഗവൺമെൻറ്റിൽ കാണിക്കണം. 50,000 ലാറി പറഞ്ഞാൽ ഏകദേശം 13 ലക്ഷം രൂപേൻ്റെ റവന്യൂ നിങ്ങൾ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റെസിഡൻസ് കാർഡിനുള്ള ഓപ്പർച്യൂണിറ്റി ജോർജിയൻ ഗവൺമെൻറ് തരുള്ളൂ. അപ്പം ഒരു കമ്പനീൻ്റെ കീഴിൽ ഒരു 8-10 ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വലിയ ഏജൻസിക്കാരൊക്കെ പറയാണ്, ഞങ്ങളുടെ കീഴിൽ ഒരു 10 വർക്കേഴ്സൊക്കെ ഉണ്ട്, ഒരു 15 വർക്കേഴ്സൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ 15 വർക്കേഴ്സിനുള്ള TRC ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. 15 വർക്കേഴ്സിനും ഈ കമ്പനീൻ്റെ കീഴിലാണ് TRC എന്നുള്ളത് ഒന്നും ആലോചിക്കാം, നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി അത്ര സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കമ്പനീൻ്റെ കീഴിൽ ഒരു റെസിഡൻസ് കാർഡ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുക. പിന്നെ പൈസൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി റെസിഡൻസ് കാർഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടെടുത്തോളം മലയാളി സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളുടെ ഫുട്ബോൾ കളിക്കാൻ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകളെ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. ഡെയിലി ഓരോ പുതിയ ആളുകളെ പള്ളിക്ക് പോകുമ്പോഴും ഇവിടെ നിന്നൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ പെട്ട് കിടക്കാണ്. ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരാളോട് ചോദിച്ചു, ഞാനൊരു വ്ളോഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, എൻ്റെ കൂടെ വന്നിരുന്നിട്ട് സംസാരിക്കൂ. അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് നമ്മളുടെ കുടുംബക്കാരായാലും അമ്മമാരായാലും നമ്മളുടെ ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിലും അബ്രോഡ് പോയി പണിയെടുക്കുക, അബ്രോഡ് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര, അതായത് ഗൗരവത്തോടെ, അതായത് ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുന്ന ആളുകളാണ് നമ്മളുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾ. അവിടെ പോയിട്ട് എന്തിനാണ് പഠിക്കുന്നത്, നമ്മളെ സ്വന്തം നാടില്ല, സംഭവം ശരിയാണ്. പക്ഷേ ഇവർ വലിയൊരു ഹോപ്പ് വെച്ചിട്ടാവും സംഭവം അബ്രോഡിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു തട്ടിപ്പൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരൊരിക്കലും നമ്മളോട് നാട്ടിലേക്ക് വിളിച്ച് പറയൂല, ഞാൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടു, നമുക്കിവിടെ ഇത്രയും പൈസ ഈ ഒരു ഏജൻസിക്കാർ മുക്കി, നമുക്കിവിടെ റെസിഡൻസ് കാർഡില്ല, ഇല്ലീഗലാണ്, അതൊന്നും അവർ നാട്ടിൽ വിളിച്ച് പറയൂല. പോരാത്തതിന് എൻ്റെ ഒരു വീഡിയോയിൽ വന്നിരുന്ന് തരാനുള്ള ആ ഒരു ധൈര്യം പോലും അവരുടെ മനസ്സിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അങ്ങനത്തെ കുറേ ആളുകളെ ഞാൻ അവിടെ കാണുന്നുണ്ട് ഡെയിലി. അപ്പോൾ നിങ്ങൾ ജോർജിയയിലേക്ക് വരാൻ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് കരുതേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ടെമ്പററി റെസിഡൻസ് കാർഡ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ടെമ്പററി റെസിഡൻസ് കാർഡിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു. 50,000 ലാറി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിക്ക് ഒരു റെസിഡൻസ് കാർഡ് കൊടുക്കാൻ പറ്റും. 1,00,000 ലാറി ഇവരുടെ കമ്പനിയിൽ റവന്യൂ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 റെസിഡൻസ് കാർഡ് കൊടുക്കാൻ പറ്റും. എത്രത്തോളം നമ്മളുടെ കമ്പനി റണ്ണിങ് ആണോ അത്രത്തോളം റെസിഡൻസ് കാർഡ് ഒരു കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നാട്ടിലുള്ള ഒരുവിധം എല്ലാവരും ഈ ഒരു C1 കാറ്റഗറിയിലുള്ള ടൂറിസ്റ്റ് വിസ എടുത്ത് കൊടുത്ത് പറ്റിച്ചിട്ടാണ് ഈ പാവങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 30 ദിവസത്തെ ലീഗൽ സ്റ്റേ മാത്രമേ ഈ ജോർജിയ എന്ന് പറഞ്ഞ ഈ ഒരു നാട്ടിലുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവരെ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ലീഗലാണ്. ജോർജിയൻ ഗവൺമെൻറ്റിലെ ആളുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് 2 വർഷം നിങ്ങളിവിടെ അധ്വാനിച്ചിട്ട് ഈ പൈസ സ്വരൂപിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ 2 വർഷത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോർജിയൻ ഗവൺമെൻറ്, ജോർജിയൻ പോലീസ് നിങ്ങളെ പിടിച്ചിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജോർജിയൻ ഗവൺമെൻറ് നിങ്ങൾ വന്ന് 2-ാം മാസം 3-ാം മാസം നിങ്ങൾ പിടിച്ചിട്ട് നിങ്ങളുടെ വിസ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നേരെ തൂക്കിയെടുത്തിട്ട് നാട്ടിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ്
ഇവിടെ ടിക്കറ്റ് എടുത്ത് വന്ന പൈസ, ആ ടിക്കറ്റും പൈസ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല എന്നുള്ളതാണ് സത്യം. ജോർജിയൻ ഗവൺമെൻറ് നേരെ തൂക്കിയെടുത്തിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിങ്ങൾ ഫൈനും അടക്കേണ്ടി വരും. ആ ഫൈനും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ടി വരും. എന്നിട്ട് നേരെ നിങ്ങളുടെ നാട്ടിലേക്ക് ഡീപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം സീലടിച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ കമ്പ്യൂട്ടറിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടാവും നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കുക. അത് വന്നാലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരാളുടെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയി, ഒരു കൺട്രിയിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വേറൊരു കൺട്രിയിലേക്കൊക്കെ വർക്കിന് വിസക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. നമുക്ക് കിട്ടൂല. നമ്മൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ് ഒരു കൺട്രിയിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര രീതിയിൽ അഫക്റ്റ് ചെയ്യും. ചില കൺട്രീസിൽ അഫക്റ്റ് ചെയ്യില്ല, ചില കൺട്രീസിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പ്ലീസ്. കാരണം ഞാൻ ഡെയിലി ഈ ഒരു സംഭവം കാണുന്നതാണ്. ഞാൻ ഡെയിലി പുതിയ പുതിയ ആൾക്കാരെ പല സ്ഥലങ്ങളിൽ വെച്ചായിട്ട് കാണുന്നതാണ്. പല ആളുകളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കും നമ്മളുടെ കമ്പനി വാട്സപ്പിലേക്കും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. കാരണം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇവരുടെ മിനിസ്ട്രി സെക്ടർ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് സംസാരിക്കാനുള്ള ഒരു അധികാരം ഇവിടെ ഒരു ഫോറിനേഴ്സിനും ഇല്ല. അവർ തീരുമാനിക്കുന്നതാണ് അതിൽ റൈറ്റ് ചോയ്സ്. അവരെന്താണ് തീരുമാനിക്കുന്നത് അതാണ് ശരി. അവരിപ്പോൾ നിങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അതിന് പ്രോപ്പർ റീസൺ വേണം. വെറുതെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വിസ വാലിഡിറ്റി ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞയക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സായിപ്പ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് ഓവർ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള സ്ട്രിക്റ്റ് റൂളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഈവൻ ഒരു ഇന്ത്യക്കാരനായിക്കോട്ടെ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് യു കെയിലും ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരൊക്കെ ഇന്ത്യൻ നാഷണാലിറ്റി ഒഴിവാക്കിയിട്ട് UK പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് നാട്ടിലേക്ക് വരാൻ അവർ ഇന്ത്യൻ വിസ എടുത്തിട്ട് വരണം. ഈവൻ ദോ അവർ ഇന്ത്യൻ നാഷണാലിറ്റിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഹോൾഡ് ചെയ്യുന്നത് UK ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ വിസ എടുക്കണം. ആ വിസൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേന് നമ്മൾ ഇന്ത്യക്കാരനാണെങ്കിൽ പോലും നമ്മൾ തിരിച്ച് നമ്മളുടെ പാസ്പോർട്ട് ഏത് രാജ്യത്തെ പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അതാത് രാജ്യത്തേക്ക് പോകണം. അതാണ് റൂള്. അത് ജോർജിയക്കാർ ഇന്ത്യക്കാരോട് കാണിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോർജിയയിലെ ആളുകൾ എങ്ങനത്തെ ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഭയങ്കര റിച്ച് ആളുകളാണ്, ഒന്ന് ഭയങ്കര പുവർ ആളുകളാണ്. നമ്മൾ ഇന്ത്യയിലെ പോയ മിഡിൽ ക്ലാസ് ആളുകൾ കൂടുതലുള്ളൊരു രാജ്യമല്ല ഇത്. ഇവിടെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞുള്ളൊരു സംഭവമേ ഇല്ല. ഒന്നില്ലെങ്കിൽ അവർ ഭയങ്കര പാവപ്പെട്ടവരാണ്, ഒന്നില്ലെങ്കിൽ അവർ ഭയങ്കര റിച്ചാണ്. നിങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റിലേക്ക് ഇവിടെ വന്ന് പോയേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നോർമൽ കുറേ വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ റോഡിലൂടെ ഓടിപ്പോണ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര ഹൈ ക്ലാസ് വണ്ടികൾ ഇവിടെ ഓടിപ്പോണ കാണാൻ പറ്റും. ആ രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ തന്നെ മനസ്സിലാവും. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നോർമൽ പാവപ്പെട്ട ആളുകളുടെ ജോബാണ് ഈ ഒരു ഡെലിവറി ജോബ്, ഈ ഒരു ടാക്സി ജോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോർജിയത്തെ പാവപ്പെട്ട ആളുകളുടെ ജോലിയാണ്. അപ്പം നോർമലി എന്താ സംഭവിക്കുക, നമ്മളുടെ നാട്ടിൽ ഇപ്പം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരുടെ ആ ഒരു പണി പോയി തുടങ്ങി എന്ന് തന്നെ പറയാം. ബംഗാളികൾ നാട്ടിലേക്ക് വന്ന് തുടങ്ങിയതിന് ശേഷം അല്ലേ. അതായത് സൈറ്റിലെ വർക്കാണെന്നുണ്ടെങ്കിൽ, വീട് പണിയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ എന്ത് പണിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബംഗാളികളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ദേഷ്യം വരും ഇവരോട്. ഞങ്ങളുടെ പണി പോകുന്നുണ്ട്, അവർ ചെറിയ റേറ്റിന് ഇത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. അവരൊരിക്കലും തള്ളി പറഞ്ഞേക്കാൻ പറ്റില്ല. കാരണം ബംഗാളികളും ഇന്ത്യക്കാരാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ഇന്ത്യക്കാർ വേറെ രാജ്യത്ത് വന്നിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോർജിയയിലെ ആളുകൾ സ്വാഭാവികമായിട്ടും മിനിസ്ട്രിയിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും. ഇല്ലീഗലായിട്ടുള്ള കുറേ ആളുകളോട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പണി കൂടിയാണ് പോകുന്നത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജോർജിയൻ ഗവൺമെൻറ് അവരുടെ ആളുകളാണ്, അവരുടെ നാട്ടിലെ ആളുകളുടെ ജോലി പോയി എന്ന് പറഞ്ഞാൽ അവർ ശക്തമായിട്ടുള്ള തെരച്ചിൽ സെർച്ചിങ് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും. അത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. നിങ്ങളിപ്പം റീസെൻ്റ് ആയിട്ട് ഇവിടുത്തെ സ്റ്റോറീസും കാര്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഏകദേശം ഒരു 800-700ഓളം ഇന്ത്യക്കാരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ 800-700ഓളം ഇന്ത്യക്കാരുടെ അവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അവരൊക്കെ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് വന്നവരായിരിക്കും. ഫാമിലിയിൽ ഭയങ്കര ഹോപ്പ് കാര്യങ്ങൾ വെച്ചിട്ട് വന്നവരായിരിക്കും. അവരുടെ ഫാമിലിക്ക് അവരോടൊരു ഹോപ്പ് വെച്ചിട്ട് പറഞ്ഞയച്ച ഫാമിലീസ് ആയിരിക്കും. അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ അത്രയും പൈസ പ്രാരാബ്ദം വെച്ചിട്ട് തിരിച്ചു പോകുമ്പോഴൊരു അവസ്ഥ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് D1 വിസ കാറ്റഗറിയിൽ ജോർജിയയിൽ വരുന്ന ആളുകളോടാണ്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് D1 വിസ കാറ്റഗറിയിലുള്ള വിസ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, D1 കാറ്റഗറി വിസ എന്ന് പറഞ്ഞാൽ ബിസിനസ് പർപ്പസിന് ജോർജിയൻ ഗവൺമെൻറ് നാട്ടിൽ നിന്ന് നാട്ടിലെ എംബസിയിൽ, നാട്ടിലെ VFSൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വരുന്നൊരു വിസയാണ് D1 കാറ്റഗറി വിസ. ഈ D1 കാറ്റഗറി വിസയിലൂടെയാണ് നിങ്ങൾ ജോർജിയയിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവും. ഞാൻ നേരത്തെ C1 വിസൻ്റെ കാറ്റഗറി നിങ്ങളോട് പറഞ്ഞു, അത് 30 ദിവസത്തെ എൻട്രി ഉണ്ടാവുള്ളൂ. അത് ടൂറിസം പർപ്പസിനാണെന്നുള്ള കാര്യം. D1 വിസ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 ദിവസത്തെ വാലിഡിറ്റി നിങ്ങളുടെ വിസയിൽ ഉണ്ടാവും. ആ 90 ദിവസത്തെ വാലിഡിറ്റി വെച്ച് നിങ്ങളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 45 ദിവസം, അതായത് ജോർജിയൻ ഗവൺമെൻറ്റിൽ ഒരു റൂൾ ഉണ്ട്, 45 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം?
ടെമ്പററി റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യണം. ഏതായിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും 45 ദിവസം, നമ്മളുടെ വിസ തീരുന്നതിൻ്റെ 45 ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്തിരിക്കണം. ഇനി 44 ദിവസം ആയാൽ വരെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇവിടെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇനിയിപ്പം അപ്പീലിന് പോയാലും കോർട്ടിൽ പോയാലും വേറെ ഏത് വക്കീലിനെ വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ കിട്ടൂല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ആരായിക്കോട്ടെ, ഇവിടെ 45 ദിവസം നിങ്ങളുടെ വിസ കാലാവധി തീരുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, 45 ദിവസത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇവിടുത്തെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്തിരിക്കണം. ആ റെസിഡൻസ് കാർഡിനുള്ള ഡോക്യുമെൻറ്റ് നിങ്ങളുടെ ഇവിടുത്തെ ഓഫർ ചെയ്തിട്ടുള്ള കമ്പനി തരുമോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഒരു കമ്പനി, സ്ട്രോങ് ഹോൾഡുള്ള കമ്പനിയുടെ ഡോക്യുമെൻറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് D1 കാറ്റഗറി വിസ കിട്ടുക, അല്ലാതെ ഒരാൾക്കും ഇവിടെ കിട്ടില്ല. അപ്പോൾ ആ കമ്പനിയിൽ നിങ്ങൾ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ കമ്പനിയിൽ നിങ്ങൾക്ക് വിസ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ റെസിഡൻസ് കാർഡ് കിട്ടുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി എന്തെങ്കിലും ഇത് വെച്ചിട്ട്, അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റെസിഡൻസ് കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയിൽ അവർ ടാക്സ് അടക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനി പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടാവാം. പക്ഷെ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ജോർജിയയിലേക്ക് വരിക. അപ്പം ഈ ഒരു 45 ദിവസത്തെ കാലാവധി ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു C1 കാറ്റഗറിയിലുള്ള നമ്മളുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ ഇവർ ഈ ഒരു 10 ലക്ഷം രൂപയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരുന്ന ഈ ഒരു വിസ, ഈ ഒരു C1 കാറ്റഗറിയിലുള്ള ഈ വിസ 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ. ഈ 30 ദിവസത്തെ വാലിഡിറ്റി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് 45 ദിവസം കാണിക്കാൻ കഴിയില്ല TRCക്ക്, ടെമ്പററി റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യാൻ. ടെമ്പററി റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 45 ദിവസത്തെ വാലിഡിറ്റി നമ്മളുടെ നോർമൽ വിസയിൽ വേണം. എന്നാൽ മാത്രമേ അത് പോരാ, നിങ്ങളുടെ കമ്പനി, അതായത് ഏത് കമ്പനിയാണോ ആ കമ്പനിയിലെ ഡോക്യുമെൻറ്റ്സ് കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് വെക്കണം. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഡോക്യുമെൻറ്റ്, യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്യുമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട്, സ്റ്റുഡൻറ്റിന് വേറൊരു ചൊറകളോ കാര്യങ്ങളോ ഇല്ല. കാരണം നമ്മളോട് ഫീസ് അടക്കുന്നതാണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ഡോക്യുമെൻറ്റ് കിട്ടും. ആ ഡോക്യുമെൻറ്റ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതായത് എന്തായാലും TRC, ടെമ്പററി റെസിഡൻസ് കാർഡ് കിട്ടും. ഞാൻ പറയുന്നത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ കേസാണ്. നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ D1 കാറ്റഗറിയിൽ വരുന്ന വിസയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ റെസിഡൻസ് കാർഡിൻ്റെ കാര്യം നിങ്ങൾ കൊണ്ടുവരുന്നത് ആരാണോ അവരോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം വരിക. എന്നിട്ട് മാത്രം നിങ്ങൾ ബാക്കി ഫെർദർ പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് പേപ്പറിൽ അഗ്രിമെൻറ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക. കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ടെമ്പററി റെസിഡൻസ് കാർഡിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങൾ തരുന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് തരണം. എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കാരണം 10 ലക്ഷം, 8 ലക്ഷം, 5 ലക്ഷം, ചിലർ 6 ലക്ഷം, ഓരോരുത്തരും ഓരോ റേറ്റാണ്. എല്ലാവരും 10 ലക്ഷത്തിനൊന്നല്ല ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വ്ളോഗിൽ വന്നത്. അപ്പം ഈ ഒരു വ്ളോഗ് നിങ്ങൾ മാക്സിമം ജോർജിയ, ഇപ്പോൾ ഇന്ത്യയിലേക്ക്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടെ വർക്കിൻ്റെ കുറേ മെസ്സേജുകളും പ്രൊമോഷൻസും സ്റ്റോറികളൊക്കെ ഞാൻ കണ്ടു. അപ്പം അതിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ, കിട്ടിക്കഴിഞ്ഞാൽ എത്ര സാലറി, എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈലൊക്കെ അടിപൊളി തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഇവിടെ പറയാൻ, അതായത് കുറ്റപ്പെടുത്താൻ കാര്യത്തിൽ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വർക്ക് വിസൻ്റെ കാര്യത്തിൽ നിങ്ങളിവിടെ ലീഗലാണെങ്കിൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ഇല്ലീഗലായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ട് എത്രത്തോളം നിങ്ങൾ സമ്പാദിച്ചോ അത്രത്തോളം നിങ്ങൾ ജോർജിയൻ ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. C1 കാറ്റഗറി വിസ നിങ്ങൾ ഒരു ഏജൻസിക്കാർക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് വിസ വന്നതിന് ശേഷം പൈസ തരാം, അഡ്വാൻസ് ആയിട്ട് കുറച്ച് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ട് ആ വിസ വന്നതിന് ശേഷം ആ വിസൻ്റെ കാറ്റഗറി എന്ന് എഴുതിയിട്ടുള്ള ഒരു നമ്പർ അതിലുണ്ടാവും. ആ കാറ്റഗറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും D കാറ്റഗറി ആണോ C കാറ്റഗറി ആണോ എന്നുള്ളത്. D കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. D1 കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ് പർപ്പസ് ആണ്. D3 കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് ചെയ്യുന്ന എല്ലാ വിസയും D3 വിസയാണ്. D3 വിസയിലുള്ളത് സ്റ്റുഡൻസിനുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ യൂണിവേഴ്സിറ്റി ഡോക്യുമെൻറ്റ് വാങ്ങിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇവരുടെ റെസിഡൻസ് കാർഡ് എടുത്ത് കൊടുക്കും. C കാറ്റഗറി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് ജോർജിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന വിസയാണ്. അത് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്, സിംഗിൾ എൻട്രി ഉണ്ട്. അതിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജോർജിയ കാണാൻ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ജോർജിയ കാണാൻ വേണ്ടിയിട്ട് C1 കാറ്റഗറി വിസ എടുത്ത് വരുന്ന ആളുകൾക്ക് വരെ ഇമിഗ്രേഷനിൽ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് ജോർജിയൻ ഗവൺമെൻറ്റും ജോർജിയൻ ഇമിഗ്രേഷനും സ്ട്രിക്റ്റ് ആവും. കാരണം അത്രയും ഇന്ത്യക്കാർ ഇങ്ങോട്ട് ലൈക്ക് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ സ്വാഭാവികമായിട്ടും ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് ആക്കുക മാത്രമല്ല, നിങ്ങളെ പല രീതിയിലുള്ള നിങ്ങളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും ചോദിക്കും. നിങ്ങളിപ്പോൾ C1 കാറ്റഗറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചോദിക്കും. അപ്പോൾ നമ്മളൊരു സ്ഥലം കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്ഥലങ്ങളൊക്കെ പറയും. ഇപ്പോൾ വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്ഥലങ്ങളെ പറ്റിയൊന്നും പരിചയം ഉണ്ടാവില്ല. അവർ ബബ്ബടിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇവരെ ഡീപ്പോർട്ടേഷൻ
ഒരു റൂമുണ്ട് ഇമിഗ്രേഷനിൽ, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഫർദർ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നേരെ ഡീപ്പോർട്ടേഷൻ സ്റ്റാമ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ആക്കിയിട്ട് നാട്ടിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്യാറുള്ളത്. പക്ഷേ D3 കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ D1 കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനുള്ള, ഓഫ് കോഴ്സ് അവർക്ക് മനസ്സിലാവും D3 ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, D1 ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് ആണ്. അപ്പോൾ ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് കാണിച്ചു കൊടുക്കുന്നു, ഇവിടെ ഇറങ്ങുന്നു. പക്ഷേ C കാറ്റഗറിയിലുള്ള വിസയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ജോബ് എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ വിസ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം പർപ്പസിലുള്ളൊരു വിസ കാറ്റഗറി സാധനമാണ്. ആ സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയില്ല. പക്ഷേ ഇറങ്ങാൻ കഴിയും. നിങ്ങളുടെ പ്രോപ്പർ ബുക്കിംഗ്, നിങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ്, നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് ഇവിടെ പോകുന്നത് അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾ, നിങ്ങൾ ഏത് ട്രാവൽ കമ്പനി വഴിയാണ് നിങ്ങൾ ബുക്കിംഗ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡോക്യുമെൻറ്റ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എല്ലാം കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് വരെ ഒറിജിനൽ ആണോ എന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ ഇറക്കുള്ളൂ. ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ പോലും പണ്ട്, അതായത് ഒരു 6-7 മാസം മുമ്പ് വരെ എത്ര ചൊറല്ലായിരുന്നു. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകളെ ഇവർ ഇങ്ങനത്തെ ജോബ് ഓഫറുകളും കാര്യങ്ങളും കൊടുത്ത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി തുടങ്ങി. എന്നിട്ട് ഇവിടെ എല്ലാവരും ഇല്ലീഗലായിട്ട് ഓരോ വീടുകളിൽ ഇപ്പം പേടിച്ച് കഴിയാണ്. കാരണം എന്താ വെച്ചാൽ ജോർജിയൻ ഗവൺമെൻറ്, ജോർജിയൻ പോലീസും സ്ട്രിക്റ്റായി. ഇവർ പുറത്ത് ഇറങ്ങി നടക്കുകയാണ്, തപ്പി നടക്കുകയാണ്. ആക്ച്വലി ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇപ്പം എന്നോട് വരെ 2 ദിവസം മുന്നേ എൻ്റെ റെസിഡൻസ് കാർഡ് ചോദിച്ചു, ഇവിടുത്തെ ടെമ്പററി റെസിഡൻസ് കാർഡ് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാനത് കാണിച്ചു കൊടുത്തു. ഞാൻ ജോർജിയയിൽ സംസാരിച്ചു. ജോർജിയയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് ഹാപ്പി ആയി. കാരണം എന്താ വെച്ചാൽ ഇവർ അങ്ങനെയാണ്. കാരണം ജോർജിയൻ ലാംഗ്വേജ് അറിയാം. കാരണം നമ്മളിവിടെ റെസിഡൻസ് കാർഡ് എടുത്ത് നിൽക്കുന്ന, ഇവിടെ 7-8 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്തായാലും ഓക്കെ ജോർജിയനൊക്കെ അറിയുമോ എന്നുള്ളൊരു കാര്യം നോക്കും. അപ്പോൾ എനിക്ക് ജോർജിയനെ അറിയാം. അപ്പോൾ ജോർജിയൻ ലാംഗ്വേജിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഹാപ്പി ആയി. ഓക്കെ എന്നാൽ കുഴപ്പമില്ല പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോ എന്നോട് ഇതിൻ്റെ സിറ്റുവേഷൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. കുറേ ആളുകളുടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ നാട്ടിലെ ആളുകളുടെ പണി കൂടെയാണ് പോകുന്നത്. അവരിങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളും മിനിസ്ട്രിയിലും കൂടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ചെക്കിങ്ങും കാര്യങ്ങളും സ്ട്രിക്റ്റ് ആക്കിയത്. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു, ബൈ പറഞ്ഞു പോയി. അപ്പം അതൊക്കെ തന്നെയുള്ളൂ ഞാൻ മെയിനായിട്ട് ഈ ഒരു വ്ളോഗിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ജോർജിയയിലേക്കൊക്കെ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി എനിക്കിവിടെ കണ്ടു നിൽക്കാൻ വയ്യ. കാരണം നിങ്ങൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പെട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരുവിധം എല്ലാ മലയാളികളും നമുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾക്കൊക്കെ ആയിരിക്കും മെസ്സേജുകൾ അയക്കുക. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടുപോയ ആളുകൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി പറയാറുള്ളൊരു കാര്യം, എനിക്ക് സങ്കടത്തോടെ ഞാൻ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലടാ. ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഈവൻ ദോ ഒരു പൈസയും വാങ്ങാതെ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ജോർജിയയിൽ ഇല്ലീഗലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അല്ലെങ്കിൽ എംബസി പരമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് മെയിൽ അയച്ചിട്ടോ ഒന്നും ഒരു കാര്യമല്ല. ഇല്ലീഗലാണോ, നമ്മൾ മറ്റൊരു നാട്ടിൽ അവരുടെ റൂൾസ് തെറ്റിച്ച് നിൽക്കുകയാണോ, തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോയേ തീരും. അതിന് ഫൈനും കാര്യങ്ങളും എത്ര കൊടുക്കണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗ് ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വ്ളോഗും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ജോർജിയയിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചും ഡ്രൈവിംഗ് റൂൾസിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആളുകൾ ഇപ്പോൾ D1 കാറ്റഗറിയിലുള്ള വിസയിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം നോർമലി അവർക്കൊക്കെ ബിസിനസ്സോ അവർക്ക് എന്ത് പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യാം. പക്ഷെ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്, ലൈസൻസ് പരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഡെലിവറി ജോബോ ടാക്സി ജോബോ ഒക്കെ ഉദ്ദേശിച്ച് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് പരമായിട്ട് നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ മെയിനായിട്ട് ലൈസൻസ് പരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ. എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ജോർജിയ എന്ന് പറഞ്ഞുള്ള ഈ ഒരു കൺട്രിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയിലേക്കോ ആയിക്കോട്ടെ, എന്ത് കാറ്റഗറി വിസയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം മലയാളികളാണ്, നമ്മൾ സ്വന്തം സഹോദരന്മാരാണ്, സഹോദരികളാണ്, അമ്മമാരാണ്, അച്ഛന്മാരാണ്. നമ്മൾ ഇവരെ നേരിട്ട് കണ്ടിട്ട് ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്നൊരു വിങ്ങലുണ്ട്. ആ ഒരു വിങ്ങൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു രാജ്യത്തിലേക്ക് വരിക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 9 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അങ്ങനത്തെ ഒരു ഓഫർ ഇവിടെ ജോർജിയൻ ഗവൺമെൻറ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് അത് പ്രൊമോട്ട് ചെയ്യും. ഞാനതിൽ മാക്സിമം ആളുകളെ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എത്തിക്കും ചെയ്യും. നമ്മളുടെ ആളുകൾക്കും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് പേഴ്സണലി ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ നൂലാമാലകൾ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ അബ്രോഡിലേക്ക്, ജോർജിയ എന്ന് ഞാൻ പറയുന്നില്ല, അബ്രോഡിലേക്ക് പോകാൻ വിചാരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. ഇനി ഇവിടെ എത്തിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇനി നാട്ടിലേക്ക് ഇവിടെ എത്തിയിട്ട് കുടുങ്ങിയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകാനുള്ള സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളത് ചെയ്തു കൊടുക്കും. അല്ലാത്ത രീതിയിൽ ഇവിടെ ലീഗലാക്കി കൊടുക്കാനൊന്നും നമുക്ക് കഴിയില്ല. അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായും നമ്മളെ ബന്ധപ്പെടുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ നമ്പറും കാര്യങ്ങളും നമ്മുടെ ഓഫീസിലെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ട്ടോ.